നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട് പുനർനിർമ്മാണത്തിന് ഒടുവിൽ കേന്ദ്ര സഹായമെത്തി. എന്നാൽ സഹായത്തിന് പകരം പലിശരഹിത വായ്പയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചത്. 50 വർഷം കഴിയുമ്പോൾ തിരിച്ചടക്കണം. പിണറായി വിജയൻ സർക്കാരിനെ മുട്ടിൽ നിർത്തുന്ന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര തുകയാണ് തങ്ങൾ നൽകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ പണം തിരികെ അടയ്ക്കണം. 16 പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് 529.50 കോടി രൂപയുടെ ക്യാപെക്സ് വായ്പയാണ് കേരളത്തിന് അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായമായി പലിശയില്ലാതെ 50 വർഷത്തേക്ക് നൽകുന്ന വായ്പാ പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ പണം അനുവദിച്ചിരിക്കുന്നത്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അതാണിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥ. കേന്ദ്രം അനുവദിക്കുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈയിട്ട് വാങ്ങാൻ ഓങ്ങി നിന്നവരൊക്കെ ഇപ്പോൾ പിന്നോട്ടേക്ക് പിൻവലിഞ്ഞു. കാരണം പദ്ധതി അടക്കം കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തേക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. പണം 2025 മാർച്ച് 31 മുൻപ് വിനിയോഗിക്കണമെന്നും കേന്ദ്രം നിഷ്കർഷിക്കുന്നു. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ കുരുക്കിലകപ്പെട്ടത്. മാർച്ച് 31 മുൻപായി പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി റീഇംബേഴ്സ്മെന്റിന് സമർപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്ക ഇപ്പോൾ സർക്കാരിൽ ശക്തമാണ്. എന്നാൽ കേന്ദ്രം നൽകിയ വായ്പ എത്രത്തോളം പുനർനിർമ്മാണത്തിന് സഹായകരമാകും എന്ന് വ്യക്തമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. പുനർനിർമ്മാണത്തിനായി 535 കോടിയുടെ 16 പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഈ മാസം 11 തീയതിയാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വായ്പ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചത്. പുനരധിവാസത്തിനായി സംസ്ഥാനം പണികഴിപ്പിക്കുന്ന പൊതുകെട്ടിടങ്ങൾ, അവിടേക്കുള്ള റോഡുകളുടെ വികസനം, നിർമ്മാണം തുടങ്ങിയവയാണ് 16 പദ്ധതികളിലായി സംസ്ഥാനം സമർപ്പിച്ചിരുന്നത്. ഇനിയാണ് കർശനമായ ചില കുരുക്കുകൾ ഈ ഉത്തരവിൽ കേന്ദ്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുവദിച്ച പദ്ധതികളിൽ നിന്ന് മാറി ഏതെങ്കിലും തരത്തിൽ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചാൽ വായ്പ വെട്ടിച്ചുരുക്കുമെന്ന് കത്തിൽ എടുത്തു പറയുന്നു. ആവർത്തന പദ്ധതികൾ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. വയനാട് പുനർനിർമ്മാണത്തിനായി 2000 കോടിയുടെ പാക്കേജാണ് നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചത്. എന്നാൽ 16 പദ്ധതികൾക്ക് വേണ്ടത് 535 കോടി. ഈ വൈരുദ്ധ്യമായിരുന്നു തുടക്കം മുതൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കവും. ഒരു മാസം കൊണ്ട് 16 പദ്ധതികൾക്കും ചെലവ് കണക്കുകൾ കാണിക്കേണ്ടി വരുന്നത് പ്രതിസന്ധിയിലാഴ്ത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ടൗൺഷിപ്പിൽ റോഡ്, പാലം, സ്കൂൾ തുടങ്ങി ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി പണം വിനിയോഗിക്കാം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. കേരളം നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന വായ്പ. എന്നാൽ പ്രഖ്യാപനം വളരെ വൈകിപ്പോയി എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായിപ്പോയി സംസ്ഥാന സർക്കാർ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ ഒരു ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഇവിടെ ചില ചോദ്യങ്ങൾ ഹൈക്കോടതി കേരള ഗവൺമെന്റിന് മേൽ ഉയർത്തി. കണക്കുകൾ കൃത്യമായി നൽകിയില്ല എങ്കിൽ എങ്ങനെ കേന്ദ്രം കേരളത്തിന് പണം നൽകുമെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അന്ന് പതറിപ്പോയി സംസ്ഥാന സർക്കാർ. ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല എന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ അന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തരാവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി കൈവശമില്ല എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. 677 കോടി രൂപ ഫണ്ടിലുണ്ടോ എന്ന് സംസ്ഥാനത്തിന് പോലും ഉറപ്പില്ല. ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപ സംസ്ഥാനത്തിന്റെ കയ്യിലില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അതിന് സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ നൽകിയ മറുപടി ഏറെ വിചിത്രമായിരുന്നു. തുക പാസ്ബുക്കിലുണ്ടാകും, എന്നാൽ ബാങ്ക് അക്കൗണ്ടിലുണ്ടോ എന്ന് സർക്കാരിന് ഉറപ്പില്ല. അടിയന്തര ആവശ്യങ്ങളിൽ ഇതിൽ എത്ര രൂപ ചെലവഴിക്കാൻ കഴിയുമെന്ന ഹൈക്കോടതിയുടെ ചോദ്യം. എന്നാൽ ഫണ്ടിൽ വ്യക്തതയില്ല എന്ന സംസ്ഥാന അഭിഭാഷകന്റെ മറുപടി. ഫണ്ടിൽ വ്യക്തത വരുത്താൻ പിന്നീട് ഹൈക്കോടതി സാവകാശം നൽകി. നാഴികയ്ക്ക് 40 വട്ടം പരിദേവനമുയർത്തിയ സംസ്ഥാന സർക്കാർ പക്ഷേ
കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടു. അതാണ് വയനാട് ദുരിതാശ്വാസ പാക്കേജിന് സംഭവിച്ച ദുരന്തവും. നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ 3 അപേക്ഷകളിലും കേന്ദ്രം തീരുമാനമെടുത്തിരുന്നില്ല. കണക്കുകളിലെ അവ്യക്തത, പദ്ധതികളിലെ ആശയഭിന്നത ഇതൊക്കെയായിരുന്നു കേന്ദ്രത്തിന് മുന്നിലുള്ള തടസ്സം. പുനർനിർമ്മാണത്തിനുള്ള ആഗോള സഹായം ലഭ്യമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ കർക്കശ സ്വഭാവം കാരണം ആഗോള സഹായം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രവും സഹായിക്കുന്നില്ല. 2000 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അന്ന് ബാക്കിയുണ്ടായിരുന്നത് 782.99 കോടി രൂപ. ഈ ഫണ്ട് സംസ്ഥാനം എന്തു ചെയ്തു എന്ന് കേന്ദ്രത്തിന്റെ ചോദ്യത്തിന് മുന്നിലും സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ല. ഈ ഫണ്ട് മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത പ്രദേശത്ത് മാത്രമായി ഉപയോഗിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. ഒരു വശത്ത് കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാർ, മറുവശത്ത് കിട്ടുന്നത് വാങ്ങിയെടുക്കാൻ കള്ളക്കണക്കുകളുമായി ഇറങ്ങിപ്പുറപ്പെട്ട സംസ്ഥാന സർക്കാരിനെ അന്ന് മാധ്യമങ്ങൾ എടുത്തുടുത്തിരുന്നു. ശവസംസ്കാര ചടങ്ങിനൊക്കെ ചെലവായ തുകയുടെ കണക്ക് കേട്ടാണ് അന്ന് കേരളം അമ്പരുന്നത്. എന്നാൽ ഇത് സമ്പൂർണ്ണ കണക്കല്ല എന്നും കേന്ദ്രത്തെ ഇത് ബോധ്യപ്പെടുത്തി പരമാവധി തുക വാങ്ങിയെടുക്കാനുള്ള തന്ത്രമാണെന്നും അന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. ഒരു തന്ത്രവും വിലപ്പോയില്ല. കൃത്യമായ കണക്കുകൾ ഒടുവിൽ ഹാജരാക്കിയതിനു ശേഷമാണ് പദ്ധതികൾക്ക് തുക കേന്ദ്രം വായ്പയായി അനുവദിക്കുന്നത്. 50 വർഷത്തേക്കാണ് ഈ വായ്പ. അതുകൊണ്ട് തന്നെ സഹായം, വായ്പ എന്നൊക്കെ പറഞ്ഞിനി നിലവിളിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഏതൊക്കെ പദ്ധതികൾക്കാണ് ഇത്ര തുക എന്ന് വ്യക്തമാക്കുന്നതോടെ സംസ്ഥാന സർക്കാരിന് പദ്ധതിയേതര പ്രവർത്തനങ്ങൾ നടത്തി ഇനി ഈ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൽ വലിയ താല്പര്യമൊന്നും സർക്കാരിനുമുണ്ടാകില്ല. കേന്ദ്രം അനുവദിച്ച പദ്ധതികളും അടങ്കൽ തുകയും ഇങ്ങനെയാണ്. നെടുമ്പാല, എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലെ ടൗൺഷിപ്പിൽ പുനരധിവാസത്തിന് പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം 111.32 കോടി. ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണം 87.24 കോടി. പുന്നപ്പുഴ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കൽ 65 കോടി. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ 21 കോടി. മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണം 60 കോടി. ചൂരൽമല പാലം നിർമ്മാണം 38 കോടി. വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം 12 കോടി. രോഗബാധിതർക്കുള്ള കെട്ടിട നിർമ്മാണം 15 കോടി. എൽസ്റ്റോൺ ടൗൺഷിപ്പിൽ 110 kV സബ്സ്റ്റേഷൻ 13 കോടി. കാരാപ്പുഴ ജലശുദ്ധീകരണ പ്ലാന്റ് 22.50 കോടി. അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെ 6 ഹെലിപ്പാഡുകളുടെ നിർമ്മാണം 9 കോടി. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ DDMA കോംപ്ലക്സ് ഉൾപ്പെടെ D ബ്ലോക്ക് നിർമ്മാണം 30 കോടി. ജില്ലയിലെ വിവിധോദ്ദേശ ഷെൽട്ടറുകളുടെ നിർമ്മാണം 28 കോടി. ചൂരൽമല അട്ടമല റോഡ് 9 കോടി. പുഞ്ചിരിവട്ടം വനറാണി പാലവും അപ്രോച്ച് റോഡുമൊക്കെ 7 കോടി. GLPS 8-ാം നമ്പർ പാലവും അപ്രോച്ച് റോഡും 7 കോടി. എന്നാൽ ദുരന്തബാധിതരായ ജനങ്ങൾക്ക് നേരിട്ട് സഹായമെത്തിക്കാൻ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു? ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തകർന്നടിഞ്ഞ ജീവിതവുമായി കഴിയുന്ന ആ ഇരകളെ സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ കണ്ടില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? അവരെ പുനരധിവസിപ്പിക്കാൻ എന്ന പേരിൽ പണം തട്ടാനുള്ള പദ്ധതികളുമായി ഒരു കൂട്ടർ ആ ചൂരൽമലയ്ക്ക് ചുറ്റും നടക്കുന്ന കാഴ്ച. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പദ്ധതികളിന്മേലുള്ള കർശന നിലപാടുകളും നടപടികളും സ്വാഗതാർഹം തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.